എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന ഗാനമാണ്. ഈ ഗാനം എടുക്കാൻ കാരണം കുറേ ആൾക്കാർ, നമ്മുടെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു പുതിയ പാട്ടുകൾ വേണം എന്ന് വളരെ നിർബന്ധം പറഞ്ഞ് കുറേ പേര് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ പാട്ട് മാത്രം വായിച്ച് അതിൽ മാത്രം ഒതുങ്ങണ്ട എന്ന് തോന്നി. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇത്ര ഹിറ്റായ ഈ ഗാനം കൂടി എടുക്കുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആദ്യൊരു ഹമ്മിങ് ആണ്. ആവോ ദാമാനോ 2 3 4 ആവോ ദാമാനോ 1 2 3 4 ഇങ്ങനെ ഒരു 4 പ്രാവശ്യം വരും. ഇതിൻ്റെ ശ്രുതി എ ഷാർപ്പ്, അതായത് ബി ഫ്ലാറ്റ് എന്നും പറയും. മലയാളത്തിൽ പറയുമ്പോൾ 6 കട്ട. താളം 6/8 6/8 തിസ്രനട 1 2 3 1 2 3 1 2 3 1 2 3 അങ്ങനെ വരും. അപ്പം ഇതിൻ്റെ രാഗം ശരിക്കും സിന്ധുഭൈരവി രാഗത്തിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സിന്ധുഭൈരവി രാഗം എന്ന് പറയുമ്പോൾ നമുക്ക് സമശ്രുതിയിലും വായിക്കാം, പഞ്ചമത്തിലും വായിക്കാം, സൗകര്യം പോലെ. ഇപ്പം ഞാൻ സമശ്രുതി 6യുടെ സമശ്രുതി 2 ഫിംഗറിലാണ് വായിക്കുന്നത്, 2 വിരലിൽ. അപ്പം സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ ഷ രി ചെറിയ രി, ഹാഫ് നോട്ട് ഗ ചെറുത്, ഹാഫ് നോട്ട് മാ ചെറുത്, പ ധ ചെറുത്, നീ ചെറുത്, അത് ഫുള്ള് വരും. സ സ നീ ദ ഹാഫ് നോട്ട്, പ മാ ഗ ഹാഫ് നോട്ട്, രി ഹാഫ് നോട്ട്, സ. സിന്ധുരവി ഇങ്ങനെയാണെങ്കിലും ഇതൊരു ഫോക്ക് ടച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കും അതിൻ്റെ ആ ഫോക്ക് ടച്ചിൽ കൂടെ തന്നെ പോവാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ആവോ ദാമാനോ സഗ സഗ ഗരി സ സഗ സഗ ഗരി സ സഗ സഗ ഗരി സഗരി സ, ചെറിയ ഗ രി 2 രി സ, സഗ സഗ ഗരി സ. താഴ്ത്തു വച്ചാൽ മതി. സഗ സഗ ഗരി സ. അതുകൊണ്ട് 1 2 3 4 വരും. അതുകൊണ്ട് വീണ്ടും ആവോ ദാമാനോ സഗ സഗ ഗരി സ. വീണ്ടും 1 2 3 4. അത് കഴിഞ്ഞിട്ട് പിന്നെ താളത്തോടുകൂടി തന്നെ ഇങ്ങനെ 2 പ്രാവശ്യം വരും. ആവോ ദാമാനോ 1 2 3 4. ആവോ ദാമാനോ 1 2 3 4. അത് താളത്തിൽ തന്നെ വരും. ആദ്യം താളമില്ലാതെ ഋതം വായിക്കാതെ വരും, പിന്നെ ഋതത്തോടുകൂടി വരും. അങ്ങനെ ആകെ 4 പ്രാവശ്യം വരും. അതാണ് ഇൻട്രൊഡക്ഷൻ. അപ്പം ഞാൻ 4 പ്രാവശ്യം വായിക്കാം.
1 2 3 4 1 2 3 4 അതുകൊണ്ട് ഋതത്തോടുകൂടി വരും 1 2 3 4 1 2 3 4 ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. ഈ ഹമ്മിങ്ങും അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പല്ലവിയിലേക്ക് പോകുമ്പോൾ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പല്ലവിയും അവോദാമാനോ അതും ആ രണ്ട് ട്യൂണും ഇങ്ങനെ മാറി മാറി വരും. അനുപല്ലവിക്കും അത് തന്നെ പല്ലവിയുടെ ട്യൂണും അവോദാമാനോ വരും. പിന്നെ ചരണത്തിനും അത് തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ പല്ലവി ഈ കോറസും അവോദാമാനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ലിറിക് അനുസരിച്ച് അതിൻ്റെ റിപ്പീറ്റേഷനിൽ വായിച്ചാൽ ഫുൾ സോങ് ആയി. അപ്പോൾ പല്ലവി വരുമ്പോൾ പലാപ്പള്ളി തിരുപ്പള്ളി പുകളെറും രാക്കുളി നാളാണേ പലാപ്പള്ളി തിരുപ്പള്ളിപ്പുരം വെറും വെറും രാക്കുളി നാളാണേ നീ സ സരി സ പലാപ്പള്ളി തിരുപ്പള്ളി പുക നീ സ സരി സ എന്നിട്ട് പറയാം നീ സ സരി സ ലേറും രാക്കുളി നാളാണേ നീ സരി സ നീ സരി സനി അങ്ങനെ വായിക്കാം. ലേറും രാക്കുളി നാളാണേ അപ്പോ പലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ അതാദ്യം സോളോ പഠിച്ചു അതിനെ കോറസായിട്ട് പാടും. അപ്പോൾ നീ സരി സനി വരും. രണ്ടാമത് കോറസ് പാടുമ്പോൾ അവസാനം മാത്രം സനി എന്നുള്ളത് എന്ന് വരും. അപ്പോൾ നീ സരി സനി സരി സനി നീ സരി സനി സരി അങ്ങനെ വരും. ഇത് തന്നെ ട്യൂണും സ്വരം സെയിം തന്നെ, വരി മാത്രം മാറും. ഒന്നാക്കുന്ന നടന്നാരോ കുന്നിതിറങ്ങുന്നേ എന്നും സോളോ പാടും. അത് തന്നെ കോറസ് പാടും. നടന്നാരോ കുന്നിതിറങ്ങുന്നേ അവിടെയും ഇതുപോലെ തന്നെ. രണ്ടാമത് പാടുമ്പോൾ സ എന്ന് വരും. അപ്പോൾ ഫ്ലൂട്ടിൽ അത് തന്നെ ആദ്യം സോള് പിന്നെ കോറസും വരും. അങ്ങനെ വരും. അപ്പോൾ പാലാപ്പള്ളി അതും അതിന് കോറസ് പാടും. വീണ്ടും ഒന്നാം കുന്ന് പാടും സോളോ പിന്നെ കോറസും പാടും. അപ്പോൾ അത്രയും ഞാൻ മുഴുവൻ വായിക്കാം. ഇത് തന്നെയാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ആ കോറസ് ആവോദാമാനോ നാലാള് കൂടണല്ലോ സഗരിരി സസാം നാലാള് കൂടണല്ലോ ആവോദാമാനോ സഗരിരി സഗരിരി സസാ നാലാള് കൂടണല്ലോ.
പിന്നെ സെയിം തന്നെ ട്യൂൺ സ്വരങ്ങൾ സെയിം തന്നെ വരി മാറും. ആവോ ദമാനോ അളകെ ചുറ്റണല്ലോ, ആവോ ദമാനോ നാടക കൂടിയിട്ട്, ആവോ ദമാനോ രാക്കുളി കൂടണല്ലോ. എല്ലാം സെയിം സ്വരം തന്നെ വരും. പല്ലവി കഴിഞ്ഞ ഉടനെയുള്ള കോറസ്. ആവോ ദാമാനോ കോറസ് വരും, നാലാളും കൂടണല്ലോ സോളോ വരും. വീണ്ടും ആവോ ദാമാനോ കോറസ്, ആളകെ ചുറ്റണല്ലോ സോളോ, ആവോ ദാമാനോ കോറസ്, നാടക കൂടിയിട്ട് സോളോ, പിന്നെ വീണ്ടും ആവോ ദാമാനോ കോറസ്, രാക്കുളി കൂടണല്ലോ അത് സോളോ. അങ്ങനെ വരും. അപ്പോൾ പിന്നെ വീണ്ടും അതിൻ്റെ അനുപല്ലവി പല്ലവിയുടെ അതേ സ്വരങ്ങൾ തന്നെ വരും. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റും വരി മാത്രമേ മാറുള്ളൂ, സ്വരം തന്നെ. നീ നിസ സ ദേശം ചുറ്റുകരക്കാരും നിസരി സനി വരത്തന്മാരും അങ്ങെത്തിയല്ലോ. അപ്പൊ ചേർന്ന് വരുമ്പോ നീ നിസ നിസരി സനി എന്ന് ആദ്യം സോളോ പാടും. പിന്നെ കോറസ് പാടുമ്പോ ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ സന്ന് വരും. അങ്ങനെ 4 തവണ വരും. അതിനെ കോറസും വരും. അതിന് ഉടനെ കോറസ്. ആവോ ദമാനോ പിണ്ടിയടിച്ചു വന്നേ, ആവോ ദമാനോ പിണ്ടിയും കുത്തിയല്ലോ, ആവോ ദമാനോ കൈത്തിരി കത്തുന്നല്ലോ, ആവോ ദമാനോ ലോകത്തിൻ പൊൻവിളക്കേ. അത് ഇതേമാതിരി സ്വരങ്ങൾ സെയിം തന്നെ വരും. 4 പ്രാവശ്യം കോറസും സോളം, കോറസ് സോളോ, കോറസ് സോളോ, കോറസ് സോളോ വരും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വരും. ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് വീണ്ടും അനുപല്ലവി വരും. പിന്നെ ആവോ ദാമാനോ വരും. വരികൾ മാറി വരും. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ റിപ്പീറ്റേഷൻ എത്ര പ്രാവശ്യം വരുന്നു അതുവരെ നമ്മൾ വായിച്ചാൽ മതിയാവും. ഇതാണ് ഈ പാട്ടിൻ്റെ സ്വരങ്ങൾ. അല്ലാതെ കൂടുതൽ വേരിയേഷൻസ് ഈ പാട്ടിലില്ല. ഫോക്ക് ആവുമ്പോൾ അധികം നോട്ടുകളിലേക്ക് പോകാതെ അതിൻ്റെ ആ ഒരു ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുകയാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഈ പാട്ടിൽ ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മളിത് അതിൻ്റെ വരികളനുസരിച്ച് വീണ്ടും വീണ്ടും അനുപല്ലവി കോറസും അത് തന്നെ ചരണവും കോറസും അങ്ങനെ റിപ്പീറ്റായി. അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇനിയിപ്പോൾ സെക്കൻഡ് പോർഷനും ഒന്നും ഇല്ല. ഈ ഒറ്റ എപ്പിസോഡിൽ നമുക്ക് ഈ പാട്ട് മുഴുവനായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും സ്വരങ്ങളുണ്ടെങ്കിൽ എന്നെ കാണുന്ന നമ്പറിൽ 9447200365 എന്ന നമ്പറിൽ
വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് പഠിപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഗാനവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും വീണ്ടും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.